തെളിയിക്കേണ്ടത് അത് പ്രമാണവുമായി പൊരുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിന്റെ സനദുകൾ വ്യത്യസ്തമായി വന്ന മത്നുകൾ അതോരോന്നും വായിച്ച് ഈ ആളുകളുടെ മുമ്പിൽ നിങ്ങൾ തെളിയിച്ചാലേ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾ തെളിയിച്ചിട്ടില്ല എന്നല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ അമ്പിയാക്കളുടെ മുഴുവൻ മാർഗത്തിനും വിരുദ്ധമായ ഒരു തെളിവ് ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ റബ്ബാണ് ഞങ്ങളോട് പറഞ്ഞത് അവനോടെ പ്രാർത്ഥിക്കാവൂ എന്ന്. ആ റബ്ബയച്ച റസൂലാണ് മാതൃക കാണിച്ചു തന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. അതിനെതിരെ താരീഖ് ഇബ്നു അസാക്കിറിൽ നിന്നല്ല മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്നും നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. ഇന്നല്ല എത്ര കാലമായി സംവാദം തുടങ്ങിയിട്ട്, എത്ര കാലമായി ചോദിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ വലിയ സംവാദത്തിന്റെ നായകന്മാരൊക്കെ ആയി നടന്നവർക്ക് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഞങ്ങളെ ഒന്ന് വലുതാക്കിയിട്ട് നിങ്ങൾക്കും ഒന്ന് വലുതാകണം അല്ലേ? നിങ്ങൾ വലുതാകുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. ആളുകളുടെ മുമ്പിൽ വലുതാകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വലുതായിക്കോ. പക്ഷേ അതിനില്ലാത്ത വലുപ്പം ഞങ്ങൾക്കുണ്ടാക്കേണ്ടതില്ല. ഞങ്ങളുടെ വലിയ വലിയ പണ്ഡിതന്മാർ വേറെയുണ്ട്. അവരുടെ കാലം മുതലേ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളുടെ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരോട് വരെ ചോദിച്ച ചോദ്യമാണ്. അവർക്ക് പോലും തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യം അവരെഴുതിയ പുസ്തകം വായിച്ച്, അവർ നൽകുന്ന കുറിപ്പ് വായിച്ച് വരുന്ന നിങ്ങൾക്ക് കഴിയും എന്ന് തോന്നാൻ മാത്രം വിഡ്ഢികളല്ലല്ലോ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രമാണബന്ധിതമായി നാം വ്യവസ്ഥയിൽ എഴുതിയതുപോലെ ഇത് തെളിയിച്ചാലേ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുള്ളൂ. അതുകൊണ്ട് സനദുകൾ, അതിന്റെ വ്യത്യസ്തമായ സനദുകൾ, വ്യത്യസ്തമായ മത്നുകൾ അത് വായിക്കുക, പൂർണ്ണമായി വായിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ആരാണ് ന്യൂനതയുള്ള ആളുകൾ, എന്താണ് അതിന്റെ ന്യൂനത, എന്താണ് ആ ഹദീസിന്റെ പൂർണ്ണ രൂപം, എന്താണ് അതിന്റെ ബാക്കിയുള്ളത് എന്നൊക്കെ നമുക്കപ്പോൾ കേൾക്കാം, നമുക്കപ്പോൾ ആലോചിക്കാം. അതല്ലാതെ തെളിയിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവ് നിങ്ങളാണ് തെളിയിക്കേണ്ടത്. ന്യൂനതയുണ്ടെന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ചതുമാണ്. മൂപ്പര് ചോദ്യം ചോദിക്കുന്ന സമയമാണെന്നാ വിചാരിച്ചത്, മറുപടി പറയുന്ന സമയമാണ്. അതും കൂടി മറന്നുപോയി. കാരണം എന്താണ്? നിങ്ങൾക്ക് എവിടെ ഇരിക്കുന്നു എന്ന ബോധം പോലുമില്ല. എന്നിട്ട് പറയും നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ തെളിയിച്ചിരുന്നു. അതിനെന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഞങ്ങളോട് ചോദിക്കേണ്ടിയിരുന്നു ഇതിന്റെ പ്രാമാണികത. പക്ഷേ അതിനു മുമ്പിൽ നിങ്ങൾ പറഞ്ഞുപോയി ഇതിന് 2 ന്യൂനതകളുണ്ട്. അവിടെയാണ് പിഴവ് സംഭവിച്ചത്. വലിയാള് പറഞ്ഞു കൊടുത്തിട്ടാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ എവിടെയാണ് ആ ന്യൂനത? പറഞ്ഞോ? 7 മിനിറ്റ് ഉണ്ടായിട്ട് പറഞ്ഞോ? ആർക്കാ ന്യൂനത? ഹദീസിനാണോ ന്യൂനത? ഹദീസിന്റെ സനദിലുള്ള ഏത് റാവിക്കാണ് ന്യൂനത? പറയണം, നിങ്ങൾ പറയണം. ഇനി കണ്ടോ നിങ്ങള് മജ്മഉ സബായിദ് വരട്ടെ, നിങ്ങളുടെ ന്യൂനത ഞങ്ങൾ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈസമി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റിജാലുഹു റിജാലുസ് സ്വഹീഹ്. ഇതിന്റെ പരമ്പര വളരെ സ്വീകാര്യോഗ്യമായ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ആളുകളുടെ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ്. ന്യൂനതയല്ലേ? കാരണം ഞങ്ങൾക്ക് നിങ്ങൾ ന്യൂനത ഉന്നരിക്ക്. മജ്മഉ സബായിദ് കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത്. ഇതിന്റെ 211-ാമത്തെ പേജ്, 8-ാമത്തെ വാള്യം. ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് അല്ലാമ ഹാഫിദുൽ ഹൈസമി. ഇനി ന്യൂനതകളൊന്ന് പറയും. ഹൈസമിക്ക് തിരിയാത്ത ന്യൂനതകളൊന്ന് പറയൂ മുജാഹിദുകളെ. നിങ്ങളെ വെള്ളം കുടിപ്പിച്ചേ വിടൂ. നിങ്ങൾ എന്തിനാ പറഞ്ഞത് ന്യൂനത ഉണ്ട്? ഞങ്ങൾ തെളിയിച്ച നീന്നല്ലോ. മൂപ്പര് പറ സനദ് നിങ്ങൾ വായിക്കി, മത്തി നിങ്ങൾ വായിക്കി, ഞങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ആദ്യം അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാണ് 2 ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്? പച്ചക്കളവല്ലേ അത്? പച്ചക്കളവ്. ഹദീസിന് 2 ന്യൂനതയുണ്ട് എന്ന് ആലുവ സംവാദത്തിൽ വന്ന് പച്ചക്കള്ളം. കദ്ദാബൂന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലെങ്കിൽ തെളിയിക്കൂ ഈ സനദിലെ, ഈ ഹദീസിന്റെ സനദിലെ ഓരോന്നോരോന്ന് പറയാ. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ആരാ പറഞ്ഞു എന്നല്ലേ? ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഓരോന്നോരോന്ന് പറയാ. ഹദീസിന്റെ സനദിൽ 2 ന്യൂനതകൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? അത് തെളിയിക്ക്.
അത് തെളിയിച്ചിട്ട് ഞങ്ങൾ പറയാം, ഏറ്റവും വലിയ പണ്ഡിതനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഒരു പണ്ഡിതൻ വേണോ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് പറയാ, നിങ്ങൾ വ്യവസ്ഥ ഒന്നുകൂടി വായിക്കണം. പ്രമാണങ്ങൾ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, അല്ലെ ഇജ്മാ, ഖിയാസ്. അങ്ങനെ ഉണ്ടോ? സ്വഹീഹായ ഹദീസ് പറഞ്ഞാൽ പിന്നെ ഒരു പണ്ഡിതന്റെ വാക്ക് കൂടി വേണം. എവിടെ വ്യവസ്ഥയിലുള്ളത്? അത് ഞങ്ങൾ തെളിയിച്ചു തരാം, ഓരോന്നും പറഞ്ഞു തരാം. പക്ഷേ രണ്ട് ന്യൂനതകളുണ്ട് എന്ന പൊട്ടപ്പോയത്വം, സക്കറിയാ സലാഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടന്മാരെ അത് വിളിക്കേണ്ട സ്ഥലമാണ്. പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഞങ്ങൾ അല്പമല്ല, ഫുള്ളായിട്ട് മാന്യതയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാത്തത്. തീർച്ചയായും ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾ തെളിവുണ്ടാക്കാൻ ഇടങ്ങാറാവും. കാരണം വാദം എങ്ങനെയാണ്? ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, ബാലുശ്ശേരി പറഞ്ഞാ പിന്നെ നിങ്ങൾക്ക് അതിന് ഇടങ്ങാറന്നെ. ഞങ്ങൾ തെളിവുള്ളതേ പറയൂ. അത് എവിടെ ഉദ്ധരിച്ചാലും ശരി. അതിനാണ് താരീഖു ദിമഷ്ക് ആദ്യം ഉദ്ധരിച്ചത്. നിങ്ങളെ കൊണ്ട് അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറയിപ്പിക്കാനാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു. മഹാനായ ഹാഫിള് അവിടത്തെ കിതാബിൽ പറഞ്ഞു, ഇതിന്റെ മുഴുവൻ റാവികളും സ്വഹീഹുൽ ബുഖാരിയുടെയും സ്വഹീഹ് മുസ്ലിമിന്റെയും റാവികളാണ്, നിങ്ങൾക്ക് തള്ളാൻ കഴിയില്ല. പിന്നെ മൂപ്പര് പറഞ്ഞത് എന്താ? ഖുർആനിന്റെ. അപ്പൊ ചോദ്യം അതന്നെ കേട്ടോ, ചോദ്യം ആവർത്തിക്കാൻ. ന്യൂനത പറഞ്ഞില്ല. ന്യൂനതകൾ എന്താണ്? ഈ ഹദീസിന്റെ സനദിന്റെ ന്യൂനതകൾ എന്താണ്? അത് നിങ്ങൾ പറയണം. പിന്നെ മൂപ്പര് ഖുർആനിനെതിരാ ഹദീസോ റസൂലുള്ളാഹിക്ക് തിരിയാത്ത ഖുർആനോ? അവിടെയാണ് ഞാൻ സക്കറിയാ സലാഹിയുടെ പുസ്തകം വായിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. എന്താ സക്കറിയാ സലാഹി പറഞ്ഞത്? ആരെങ്കിലും ഖുർആനിലോ സുന്നത്തിലോ വൈരുദ്ധ്യമുണ്ടെന്ന് വാദിച്ചാൽ, അതല്ലെങ്കിൽ ഖുർആനും സുന്നത്തും പരസ്പര വിരുദ്ധമാണെന്ന് വാദിച്ചാൽ, അതവന്റെ ദുഷിച്ച ചിന്തയും മനസ്സിന്റെ വക്രതയും മൂലമാണ്. സക്കറിയാ സലാഹിയാണ് പറയുന്നത്. അതിനാൽ അവൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും തന്റെ വഴികേടിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യട്ടെ. നല്ല ഉപദേശമാണ്. അതുകൊണ്ട് സ്വീകരിച്ചോളൂ. ന്യൂനത എവിടെ? ഞങ്ങളുടെ നേതാവിന്റെ വാക്കിനെ നിങ്ങൾ ന്യൂനതയുള്ള വാക്കുകളാക്കുകയോ? സമ്മതിക്കില്ല. എവിടെയാണ് അതിന്റെ ന്യൂനത? സമൂഹത്തിന് പറഞ്ഞു കൊടുക്കൂ. ഏത് റാവിക്കാണ് കുഴപ്പമുള്ളത്? നിങ്ങൾ എന്തിനാണ് കളവ് പറഞ്ഞത്? നിങ്ങൾ അന്ന് പിടിച്ചതല്ലേ? അഊദു ബികലിമാത്തില്ലാഹി തെളിവല്ല എന്ന് പറഞ്ഞു പിടികൂടിയതല്ലേ? ഇവിടെ വന്നിട്ട് വീണ്ടും പറഞ്ഞില്ലേ ന്യൂനതകളുണ്ട്? എവിടെയാണ് ന്യൂനത? എന്നിട്ട് പറയാ, നിങ്ങൾ വായിക്കി, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ ഇതിന് ആദ്യം ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്? ന്യൂനത ഉണ്ട് എന്ന് പറയുമ്പോ ശ്രദ്ധിക്കണ്ടേ? ചോദ്യം വരും, ഇങ്ങോട്ട് ചോദിക്ക. ആ അവസരം കഴിഞ്ഞു. അപ്പം മേപ്പെട്ട് നോക്കിന്ന് വേറെന്തൊക്കെയാ ചോദിച്ച്. ഇപ്പൊ നിങ്ങൾ തെളിയിക്കണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വ്യവസ്ഥ ഇതാ, നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ചോദ്യം ചോദിക്കുമ്പോ എന്തെങ്കിലും ചോദിക്കും, ലൗറുസ്കാരോ മക്കാമു ശരിക്കോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എന്നിട്ട് ഇപ്പൊ ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറയാതെ ന്യൂനത എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങളാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത്. ന്യൂനതയുണ്ട് നിങ്ങൾ പറഞ്ഞു, അതെവിടെ? ഈ ഹദീസിനെ കുറിച്ച് സ്വഹീഹായ ഹദീസാണെന്ന് ഹാഫിദുൽ ഹൈതമി മജ്മഉ സബായിദിൽ പറയുന്നു. ഇപ്പൊ സ്വഹീഹായ ഹദീസായല്ലോ. ഇബ്നു അസാക്കിർ മാത്രമല്ല അത് ഉദ്ധരിച്ചത്, ഇനിയും പറയാറുണ്ട്. മുസ്ലിയാർ ഇപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ വിശദീകരണത്തിൽ തൊടാൻ തയ്യാറായിട്ടില്ല. മുസ്ലിയാരുടെ ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറഞ്ഞു, ഇത് ഇസ്തിഗാസ, നമ്മളുമായി തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസക്ക് തെളിവാണെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നമ്മൾ അംഗീകരിക്കേണ്ടതുള്ളൂ. ആ നിലയിലാണത് വിശദീകരിക്കേണ്ടത് എന്ന് പറഞ്ഞില്ല. പിന്നെ ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞില്ലേ എന്നാണ്. ന്യൂനതയുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇബ്നു അസാക്കിർ വിട്ട് മജ്മഉ സവായിദിലേക്ക് വന്നല്ലോ. ഇത് വന്ന സനദുകൾ നിങ്ങൾ വായിക്ക്. അത് വന്ന ഒരു സനദിലും ന്യൂനതയില്ല എന്ന് പറഞ്ഞ് വായിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പൊ ഞങ്ങൾ തെളിയിക്കും ഏതാണ് ന്യൂനത, എന്താണ് ന്യൂനത. ഞാൻ അപ്പോഴും പറഞ്ഞു, നിങ്ങൾ വായിക്കാത്ത സനദുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്ന സനദുകൾ അത് മുഴുവൻ വായിച്ച് അതിലൊന്നും ന്യൂനതയില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ന്യൂനതയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ സനദ് ഏതാണെന്ന് ഞങ്ങൾ തെളിയിക്കും. ഒന്ന്. രണ്ടാമത്തേത്, മത്നുകൾ വായിക്കണം. അത് വ്യത്യസ്തമായ സനദുകളിലൂടെ വന്ന മത്നുകൾ പൂർണ്ണമായി വായിക്കണം.